വിവാഹമോചിതരായ മുസ്ലിം സ്ത്രീകൾക്ക് ജീവനാംശം ആവശ്യപ്പെടാമെന്ന് സുപ്രീം കോടതി. ഭർത്താവിനെതിരെ ജീവനാംശം ആവശ്യപ്പെട്ട് ഹർജി നൽകാൻ അവകാശമുണ്ട്. മതേതര നിയമത്തിന് മുകളിൽ മറ്റ് നിയമങ്ങൾ നിലനിൽക്കില്ലെന്നും സുപ്രീം കോടതി. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സിബി സി ജോസഫ് ദില്ലിയിൽ നിന്ന് ചേരുന്നു. സിബി, ഏത് സാഹചര്യത്തിലായിരുന്നു സുപ്രീം കോടതിയുടെ ഈ വ്യാഖ്യാനം? സിജു, തെലങ്കാനയിൽ നിന്നുള്ള ഒരു മുസ്ലിം യുവതി കുടുംബ കോടതിയിൽ ഇത്തരത്തിൽ വിവാഹ മോചനം തേടുകയും പിന്നീട് 20,000 രൂപ വീതം മാസം നൽകണമെന്ന് കുടുംബ കോടതി ഉത്തരവിട്ടിരുന്നു. ഇതിനെതിരെ ഭർത്താവായ മുഹമ്മദ് അബ്ദുൾ സമദ് ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി ആ ജീവനാംശം എടുത്തു കളയാൻ തയ്യാറായില്ല, മറിച്ച് 20,000 എന്നുള്ളത് 10,000 രൂപയാക്കി കുറയ്ക്കുകയും ചെയ്തിരുന്നു. ഈ ഹൈക്കോടതി വിധിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ ഭർത്താവായ മുഹമ്മദ് അബ്ദുൾ സമദ് സുപ്രീം കോടതിയെ സമീപിച്ചത്. എന്നാൽ സുപ്രീം കോടതി ഈ ഹൈക്കോടതി ഉത്തരവ് അല്ലെങ്കിൽ ഈ സുപ്രീം കോടതി ഈ ഹർജി തള്ളിക്കൊണ്ടാണ് വിവാഹമോചിതയായ ഒരു മുസ്ലിം സ്ത്രീക്ക് ജീവനാംശം ആവശ്യപ്പെടാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അത് മുസ്ലിം യുവതികൾക്ക് മാത്രമല്ല, ഏത് മതത്തിലുള്ള സ്ത്രീകൾക്കായാലും വിവാഹമോചിതരാണെങ്കിൽ അവർക്ക് ജീവനാംശം ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി അടക്കം ഹർജി ഫയൽ ചെയ്യാനുള്ള അവകാശമുണ്ടെന്ന് വ്യക്തമാക്കി. അത് CRPC സെക്ഷൻ 225 വകുപ്പ് പ്രകാരം ഭർത്താവിനെതിരെ ജീവനാംശം ആവശ്യപ്പെടാൻ അവകാശമുണ്ട് എന്നുള്ളതാണ് സുപ്രീം കോടതി പ്രധാനമായും വ്യക്തമാക്കിയത്. ജസ്റ്റിസുമാരായ BV നാഗരത്ന, അഗസ്റ്റിൻ ജോർജ് മസീഫ് എന്നിവരടങ്ങുന്ന രണ്ടംഗ ബെഞ്ചാണ് ഈ ഒരു ഹർജി തള്ളിക്കൊണ്ട് ഇത്തരത്തിലൊരു സുപ്രധാനമായ ഒരു നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, രണ്ട് ജസ്റ്റിസുമാരും വെവ്വേറെയാണ് വിധികൾ പുറപ്പെടുവിച്ചെങ്കിലും യോജിച്ച വിധികളായിരുന്നു ഇവർ പുറപ്പെടുവിച്ചതും. എന്തായാലും ഈ ഒരു മതേതര നിയമത്തിന് മുകളിലല്ല മറ്റു നിയമങ്ങളെന്നും ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. പ്രത്യേകിച്ച് സിബി സി ജോസഫാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വിവാഹമോചിതരായ മുസ്ലിം സ്ത്രീകൾക്കും ജീവനാംശം ആവശ്യപ്പെടാം. രാജ്യത്തെ എല്ലാ മതനിയമങ്ങൾക്കും മുകളിലാണ് മതേതര നിയമം എന്നും രാജ്യത്തെ മതേതര നിയമമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുക. വിവരങ്ങളാണ് സിബി സി ജോസഫ് നൽകിയത്.